അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഫ്രീ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് +1 കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കെമിസ്ട്രി എന്താണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. കെമിസ്ട്രി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സയൻസിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്. ഇതിൽ നമ്മൾ മാറ്റർ എന്താണ്, മാറ്ററിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്, സ്ട്രക്ചർ, കമ്പോസിഷൻ എന്താണ്, എന്തൊക്കെ ചേഞ്ചാണ് മാറ്ററിൽ ഉണ്ടാകുന്നത്, ഈ കാര്യങ്ങളൊക്കെ മാത്രമാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ നോക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് മാറ്റർ എന്താണെന്ന് നോക്കാം. മാറ്റർ നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് 9th ഇത് സിവിയറായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. മാറ്റർ എന്താണ്? മാറ്റർ മീൻസ് എനിത്തിങ് വിച്ച് ഒക്കുപ്പൈ സ്പേസ്, അതായത് സ്പേസ് എടുക്കുന്നതായിട്ടുള്ള, അതായത് മാസുള്ള ഏത് ഒരു സാധനത്തിനാണോ സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്ന ഈ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിനെ നമ്മൾ പറയുന്നതാണ് മാറ്റർ. മാറ്റർ മീൻസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ്, സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നതായിട്ടുള്ള ഏതൊരു വസ്തുവും അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു മാസ് ഉണ്ടായിരിക്കണം. അതിനെ നമുക്ക് നമ്മുടെ സെൻസുകൾ പെർസീവ് ചെയ്യാൻ മീൻസ് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുക. അതായത് ഈ പറഞ്ഞേക്കുന്ന നമുക്ക് നമ്മുടെ സെൻസുകൾ വെച്ച് നമുക്ക് മനസ്സിലാവാൻ പറ്റും അതിന് എന്തുണ്ട്, അത് സ്പേസ് ഒക്കുപ്പൈ ചെയ്യുമെന്നും അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു മാസ് ഉണ്ടെന്നും നമുക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ ആ പറയുന്ന സാധനങ്ങളെ പറയുന്നതാണ് മാറ്റർ എന്നാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇത് നമ്മുടെ സിമ്പിൾ ടോപ്പിക്സ് ആണ്. നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണ്. നമ്മുടെ 9th കെമിസ്ട്രിയുടെ തന്നെ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണ്. അതിൽ എക്സാമ്പിളാണ് എയർ, വാട്ടർ, സ്റ്റോൺ, അതുപോലുള്ള കാര്യങ്ങൾ. ഇതെല്ലാമാണ് നമ്മുടെ മാറ്റർ എന്താണ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ മാറ്റർ എന്താണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മീൻസ് ഇത് മാറ്ററിന് പല പല രൂപഭാവങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ തന്നെ 2 തരത്തിലാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ളതും പറയുന്നുണ്ട്, അല്ലാതെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മാറ്ററിനെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, വേറൊന്ന് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കധികം ആവശ്യമില്ലാത്തതാണ്. നമ്മുടെ ടോപ്പിക്ക് കൂടുതലായിട്ട് നമ്മൾ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് വരുന്നതാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് നമ്മൾ കുഞ്ഞുനാൾ മുതലേ കേട്ടിട്ടുള്ളതാണ്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ മാറ്ററിൻ്റെ 3ആയിട്ട് നമ്മൾ തരംതിരിച്ചേക്കാണ്. ആദ്യത്തേതാണ് സോളിഡ്, പിന്നെ ലിക്വിഡ്, പിന്നെ ഗ്യാസ്. ഇതൊക്കെ ആണ് നമുക്ക് ഫിസിക്കലായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇതല്ലാതെ നമുക്ക് വീണ്ടും ഒരു 3 ടൈപ്പും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അതിലൊന്നാണ് പ്ലാസ്മ എന്താണെന്ന് വരുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ബോസ് സൈൻസ് ഇൻ കണ്ടൻസേറ്റ് എന്താണ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ഇങ്ങനെ ഒരു 3 എണ്ണം എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ളത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ മാത്രമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ആദ്യം തന്നെ സോളിഡ്സ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു മാസ്, അതിൻ്റെ വോളിയം, അതുപോലെ തന്നെ ഷേപ്പ്, ഇതുപോലുള്ള എല്ലാം ഉള്ള വസ്തുക്കളെ നമ്മൾ പറയുന്നത് എന്താണ്, അതാണ് സോളിഡ്സ്. അപ്പോൾ ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും? ഇത് വളരെ ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർ മോളിക്കുലാർ ഡിസ്റ്റൻസസ്, അതായത് ഇപ്പം നമ്മൾ പറയുക ഇതിൻ്റെ അകത്ത് ഇതിന് സോളിഡിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഈ സോളിഡിന് ഡെഫിനറ്റ് ആയിട്ടൊരു മാസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിന് ഒരു മാസ് ഉണ്ട്, അതിനൊരു വോളിയം ഉണ്ടാവും, അതിൻ്റെ ഷേപ്പ് ഉണ്ടാവും. ഈ 3 കാര്യങ്ങളും ഡെഫിനറ്റ് ആയിരിക്കും, അത് ഫിക്സഡ് ആയിരിക്കും, അതിന് മാറ്റം ഉണ്ടാവില്ല. അതാണ് സോളിഡിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ അകത്തെ പാർട്ടിക്കിൾസ് വളരെ ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. ഇങ്ങനെ ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർമോളിക്കുലാർ സ്പേസസ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഷോർട്ടായിരിക്കും. ഇനി ഇൻ്റർമോളിക്കുലാർ സ്പേസസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് വളരെ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിക്സഡ് പൊസിഷൻ ആയിരിക്കും. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് വളരെ കൺഫൈൻഡ് ആയിരിക്കും. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ കാര്യം നമുക്കറിയാം, ഏതൊരു മാറ്ററിനകത്താണെങ്കിലും ഇതിനകത്ത് പാർട്ടിക്കിൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെ അതിന് ആ ഒരു പൊസിഷനിൽ നിന്ന് ഇങ്ങനെ ഒരു ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ആ ഓസിലേഷൻ വളരെയധികം കൺഫൈൻഡ് ആണ്. അതായത് കൺഫൈൻഡ് മീൻസ് ഇത് അടുത്തടുത്തായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എന്താണ്, ഇതിൻ്റെ മൂവ്മെൻറ്റ് വളരെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. അതായത് അതുകൊണ്ട് തന്നെ ഇത് റിജിഡ് ആയിരിക്കും, അല്ലെ അതിനെന്തായിരിക്കും, അത് ഇൻകംപ്രസിബിൾ ആയിരിക്കും എന്നാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് വളരെ സിമ്പിൾ ടോപ്പിക് അല്ലേ, ഇത് വീണ്ടും പറയണ്ടല്ലോ. നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അതായത് സോളിഡ് സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞ്, ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ കുഞ്ഞിലോട്ട് കേട്ടിട്ടുള്ളതാണ് ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ലിക്വിഡ് സ്റ്റേറ്റിനെ പറ്റിയിട്ട് ഇനി പറയുമ്പോൾ ഇതിന് സോളിഡിനെ പോലെ തന്നെയാണ്, പക്ഷേ അവിടെ വരുന്ന വ്യത്യാസം എന്താണ്? ഇവിടെ നമ്മൾ സോളിഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ അത് റിജിഡായിരുന്നു, പക്ഷേ അതിന് റിജിഡായിരുന്നു, വോളിയം ഉണ്ടായിരുന്നു, അതിന് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താ, ലിക്വിഡിൻ്റെ കാര്യത്തിൽ ഇത് റിജിഡ് അല്ല,
അതിന് ഡെഫിനറ്റായിട്ടൊരു വോളിയം ഉണ്ട്, പക്ഷേ എന്താണ്, ഇതിനൊരു ഷേപ്പില്ല. ഒരു ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു യൂട്ടൻസിൽ അല്ലെങ്കിൽ ഏതൊരു വെസലിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഏതൊരു കണ്ടെയ്നറിൽ നമ്മൾ ലിക്വിഡിനെ എടുക്കുന്നോ ആ ഒരു ഷേപ്പ് അത് അറ്റൈൻ ചെയ്യും. അതാണ് എന്ത് ലിക്വിഡിൻ്റെ പ്രത്യേകത. ഇതിന് ഡെഫിനറ്റായിട്ടൊരു വോളിയം ഉണ്ട്. നമുക്ക് സോളിഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന് ഡെഫിനറ്റായിട്ടൊരു ഷേപ്പ് ഉണ്ടായിരുന്നു, ഡെഫിനറ്റായിട്ടൊരു വോളിയം ഉണ്ടായിരുന്നു, അതുപോലെ മാസ് ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ അങ്ങനെയാണോ? അല്ല. ഇവിടെ സോളിഡ് റിജിഡാണ്, പക്ഷേ ഇവിടെ ലിക്വിഡ് റിജിഡ് അല്ല. പകരം അതിന് വോളിയം ഉണ്ട്, രണ്ടിടത്തും വോളിയം ഉണ്ട്, പക്ഷേ ഷേപ്പില്ല. ഇത് ലിക്വിഡ് എപ്പോഴും ഏതൊരു ഫീൽഡിലാണോ അത് ഏതൊരു കണ്ടെയ്നറിലാണോ നമ്മൾ അതിനെ എടുക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ആയിരിക്കും അത് എടുക്കുന്നത്. പിന്നെ അടുത്ത നമ്മൾ പറയുന്നത് ഇതിൻ്റെ അകത്ത് പാർട്ടിക്കിൾസ്. ഇപ്പോൾ ഈ പാർട്ടിക്കിൾസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പാർട്ടിക്കിൾസ് നമുക്ക് സോളിഡിലായിരുന്നപ്പോൾ വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരുന്നു. ഇനി ലിക്വിഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു കണ്ടെയ്നർ ആണെങ്കിൽ ആ കണ്ടെയ്നറിൽ വളരെ ലൂസ്ലി പാക്ഡ് ആയിട്ടായിരിക്കും ഇതിലെ പാർട്ടിക്കിൾസ് ഉണ്ടാവുക. ഈ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് അതുകൊണ്ട് തന്നെ പോസിബിൾ ആയിരിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി മൂവ്മെൻറ്റിലായിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂസ് മൂവ്മെൻറ്റിലായിരിക്കും എന്ത് ഈ പറഞ്ഞേക്കുന്ന ഈ പാർട്ടിക്കിൾസ്. ഇപ്പോൾ സോളിഡ് ആണെങ്കിൽ എന്താണ്, ഇത് കൺഫൈൻഡ് ആണ് അല്ലെ റിജിഡ് ആണ്. പക്ഷേ ലിക്വിഡ് ആണെങ്കിൽ എന്താ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് നമ്മൾ ഏതൊരു കണ്ടെയ്നർ, ഇപ്പോൾ നമ്മളൊരു കണ്ടെയ്നർ ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുക്കുക, ആ കണ്ടെയ്നർ എടുക്കുമ്പോൾ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പാണ് ഈ ലിക്വിഡ് അതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് പാർട്ടിക്കിൾസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ് സോളിഡിലാണെങ്കിൽ ഇതെല്ലാം അടുത്തടുത്തായിരുന്നു, അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിരുന്നു ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. പക്ഷേ ഇവിടെ വരുമ്പോഴോ ഇവിടെ ഇച്ചിരിയും കൂടെ ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ അതിന് ഇച്ചിരിയും കൂടെ എന്താണ് മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഇന്റർമോളിക്കുലാർ സ്പേസസ് കൂടുതലാണ്, ഇവിടുത്തെ ഫോഴ്സസ് വളരെ വീക്കാണ് സോളിഡിനെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്താണ് ഇവിടെ ഡിഫ്യൂഷനും മറ്റുമൊക്കെ വളരെ സോളിഡിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ഗ്രേറ്റർ ആയിരിക്കും ഡിഫ്യൂഷൻ റേറ്റ്. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് മാറാനുള്ള ആ ഒരു കഴിവ് അത് വളരെ കൂടുതലായിരിക്കും ഇതിന് ഈ ലിക്വിഡ്സിന്. അടുത്ത നമ്മൾ ഗ്യാസസിലേക്ക് പോവാണ്. ഗ്യാസസ് അഥവാ ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ സോളിഡിന് എല്ലാം ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്, മാസ് ഉണ്ട്, അതുപോലെ തന്നെ സൈസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ പറഞ്ഞെങ്കിലും ഇനി നമ്മൾ അത് കഴിഞ്ഞ് ലിക്വിഡിൻ്റെ കാര്യം പറഞ്ഞു. ലിക്വിഡിൻ്റെ കാര്യമാണെങ്കിൽ ലിക്വിഡിന് വോളിയം ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്, പക്ഷേ എന്താണ് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ലായിരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ ഗ്യാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്യാസിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല, പകരം എന്താണ് ഡെഫിനറ്റ് ആയിട്ട് വോളിയം ഉണ്ടോ, വോളിയവും ഇല്ല. ലിക്വിഡ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ലായിരുന്നു, പക്ഷേ ഡെഫിനറ്റ് ആയിട്ടൊരു വോളിയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഗ്യാസിൻ്റെ കാര്യമാണെങ്കിലോ ഗ്യാസിന് എന്താണ്, ഗ്യാസിന് ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയവും ഇല്ല, ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പും ഇല്ല. അതിൽ പാർട്ടിക്കിൾസ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണ്. ഇത് ലൂസ്ലി എന്ന് വെച്ചാൽ വളരെ ലൂസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഒക്കെ എന്ന് വെച്ചാൽ വളരെ കുറവാണ്. നമ്മൾ ഏതൊരു കണ്ടെയ്നർ, ഇപ്പോൾ നമ്മളൊരു 5 ലിറ്ററിൻ്റെ ഒരു കണ്ടെയ്നറിൽ നമ്മൾ എടുക്കുന്ന ഗ്യാസ് നമ്മളൊരു 10 ലിറ്ററിൻ്റെ ഇതിലേക്ക് മാറ്റിയാലും അത് ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കും. അതായത് നമുക്ക് 5 ലിറ്റർ കണ്ടെയ്നറിൽ നമ്മൾ ഫുള്ളി വെച്ചിരുന്ന ഗ്യാസിനെ നമ്മൾ 10 ലിറ്റർ വെസലിലേക്ക് മാറ്റിയാലും അത് ഫുള്ളായിരിക്കും. കാര്യം എന്താ, ഇതിന് ഡെഫിനറ്റ് ആയിട്ടൊരു വോളിയം ഉണ്ടോ, ഇല്ല. ആ വോളിയം ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റൊരെണ്ണത്തിലേക്ക് മാറ്റിയാലും ആ കണ്ടെയ്നർ എടുക്കുമ്പോൾ ആ കണ്ടെയ്നറിൻ്റെ വോളിയവും ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പുമാണ് അത് എടുക്കുന്നത്. അതാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഇപ്പോൾ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാലും വളരെ വീക്കാണ്. അതുകൊണ്ട് ഇത് വളരെ ഹൈലി കംപ്രസിബിൾ ആണെന്ന് നമ്മൾ പറയുന്നത്. കാര്യം വോളിയം എന്ന് പറയുന്നത് ഡെഫിനറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിനെ ചുരുക്കാം, മാക്സിമം അതിനെ നമുക്ക് ചുരുക്കി നമുക്കത് വേണ്ട വിധത്തിൽ അല്ലെ വേണ്ട കണ്ടെയ്നറിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അതിന് പറ്റുന്നത് എന്തുകൊണ്ടാണ്, കാര്യം ഈ ഗ്യാസ് എല്ലാ സൈഡിലേക്കും ഒരേപോലെ പ്രഷർ എക്സേർട്ട് ചെയ്യുകയാണ്, എല്ലാ സൈഡിലേക്കും അത് പ്രഷർ എക്സേർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിനെ നമ്മൾ കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഡെൻസിറ്റി എങ്ങനെയാണ്, ഇതിനെക്കാട്ടിലുമൊക്കെ ലോവർ ഡെൻസിറ്റിയാണ്. സോളിഡിനെയും ലിക്വിഡിനെയും വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ടാണ്, അല്ലെങ്കിൽ വളരെ കുറവാണ് എന്തിന്, ഗ്യാസിന്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ പ്രപ്പോർഷനിലും ഇത് നമുക്ക് ഒരു മെക്കാനിക്കൽ എയ്ഡിൻ്റെ, അതായത് നമ്മൾ ഹ്യൂമൻ എഫേർട്സ് അധികം ഇല്ലാതെ നമുക്ക് ഇതിനെ മിക്സ് ചെയ്യാൻ പറ്റും, വേറെ ഒരെണ്ണത്തിനകത്തോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതെല്ലാം പറ്റുന്നത് ഗ്യാസിൻ്റെ കാര്യത്തിൽ മാത്രമേ പോസിബിൾ ആകുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന്. ഇവിടെ പാർട്ടിക്കിൾസ് അറേഞ്ച്മെൻറ്റ് വളരെ റിജിഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ഇതെല്ലാം തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, ഈക്വൽ രീതിയിലാണ് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ലിക്വിഡിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ പ്രത്യേക രീതിയിലൊരു അറേഞ്ച്മെൻറ്റ് ഇല്ല, എല്ലാം കൂടെ
അടുപ്പിച്ചൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഇല്ല, പക്ഷേ അതിന് വോളിയം ഡെഫിനറ്റ് ആയിരിക്കും. ഇത്രയും എടുത്തു കഴിഞ്ഞാൽ അത്രയേ കാണത്തുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഇച്ചിരി ഒഴിച്ചു കഴിഞ്ഞാലും അത് ആ ഒരു ഗ്ലാസ്സിലായിരിക്കും അത് നിൽക്കുന്നത്, ആ ഗ്ലാസിൻ്റെ ആ ഷേപ്പിലായിരിക്കും. എന്നാൽ എന്തുമാത്രം ഒഴിക്കാൻ നമുക്കൊരു കണക്കുണ്ട്. പക്ഷേ എയറിൻ്റെ കാര്യമാണെങ്കിലോ ഇവിടെ പാർട്ടിക്കിൾസ് വളരെയധികം ദൂരമാണ്, അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പും ഇല്ല, അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു വോളിയവും ഇല്ല. നമ്മൾ പോർ ചെയ്യുന്നതനുസരിച്ച്, അതായത് നമ്മൾ ഒഴിക്കുന്നതനുസരിച്ച് ഈ സാധനം ചിലപ്പോൾ ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് മുകളിലേക്ക് പോകാം. ഇത് ക്ലോസ്ഡ് അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്ത് പോകാം. അതെല്ലാമാണ് ഗ്യാസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫിസിക്കലായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് മൂന്നുമാണ് നമ്മുടെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് കെമിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.